ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ് സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സിമിയോ നമ്മളടുത്ത് 5 വെഹിക്കിൾസ് മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവഞ്ചേഴ്സിന്റെ വെഹിക്കിൾസ് ആട്ടാ. കുറെ സൂപ്പർ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ 5 വെഹിക്കിൾസിനും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു വെഹിക്കിൾ മോഷ്ടിച്ചത് ഈ കാണുന്ന വെഹിക്കിൾ ആണ് കേട്ടാ. ഇതില് നമുക്ക് പവർ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ മേലെ കൂടെ ഈ വെഹിക്കിൾ ഓടിക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ വെഹിക്കിൾ വെച്ച് നമുക്ക് വേറെ ലോകത്തോട്ട് വേറെ ഐലൻഡിലോട്ടൊക്കെ നമുക്ക് പോകാൻ കേട്ടാ. അടിപൊളി സംഭവമാണ്. അത് നൈട്രൊക്കെ ഇട്ടിട്ട് വെള്ളത്തിന്റെ മേലെ ഓടിക്കാം. കണ്ടാ സാധനം കണ്ട. അപ്പൊ ഇതാണ് ഇതിന്റെ സൂപ്പർ പവർ. അപ്പൊ അതുമാതിരി തന്നെ അവിടെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആവണത്, പിന്നെ പറക്കണ വണ്ടി, പിന്നെ അതുമാതിരി ഇടിച്ച് തെറിപ്പിച്ച് പോണ സ്പീഡിൽ അവിടെ കുറെ പവറൊക്കെ ഉള്ളത്, മറ്റേ തീയൊക്കെ പോകുന്ന അങ്ങനെ കുറെ പവറുകളൊക്കെ വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മോഷ്ടിക്കണം. അടുത്തത് ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്ത് ഈ വണ്ടി മോഷ്ടിച്ചപ്പോ അവര് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മാറ്റി. മനസ്സിലായ? അപ്പൊ അവർക്ക് അറിയാലോ ഇവിടെ സുരക്ഷിതമല്ലാന്ന് അറിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തത് അതൊക്കെ മാറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, അടുത്ത വണ്ടി നമ്മൾ മോഷ്ടിക്കാൻ പോണു. ഓക്കെ, അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമുക്ക് സിമിയോന്റെ അടുത്ത് പോയി ചോദിക്കണം. അപ്പൊ ഇതെന്തായാലും ഈ വണ്ടി സിമിയോന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് നമുക്ക് എന്തായാലും ഇത് RC കാറൊക്കെ പണിയിപ്പിക്കാൻ കൊടുക്കണം നമ്മുടെ സിമിയോണിനും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരെ പോണത് നമ്മുടെ സിമിയോന്റെ ഡീലർഷിപ്പിലോട്ടാണ്. ഗൈസ്, നല്ല വേവ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. കാറ്റടിക്കുന്ന കാരണേ നല്ല വേവ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഇതിപ്പോ നമുക്ക് കരയിൽ ഓടിക്കാം, വെള്ളത്തിൽ ഓടിക്കാം. അതാണ് ഈ കാറിന്റെ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ സെറ്റുള്ള സാധനം മോനെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോകാം. ഇവിടെ എന്താടാ, ഇവിടെ JCBയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തൊരു വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ ഇവിടെ 2 JCB വന്നാലും ഞാൻ സാധാരണ ഒരു JCB ആണ് കാണാറ്. ഇതെന്താ 2 JCB? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് അങ്ങോട്ട് പോവാം മോനെ. അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 1K ലൈക്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയില് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. നമ്മൾ ഈ സൂപ്പർ കാർസിന്റെ RC കാർ നമ്മൾ പണിയാൻ കൊടുക്കുന്നുണ്ടല്ലോ സിമിയോന്റെ അടുത്ത്. അപ്പൊ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണതായിരിക്കും. അപ്പൊ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 1K ഈസി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോയുടെ ഡീലർഷിപ്പിലോട്ട് പോകാം. അപ്പൊ ഇനി അടുത്ത സ്ഥലം എവിടെയാണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. ഈ വണ്ടി ഇച്ചിരി പാടുണ്ട് ഓടിക്കാൻ, എന്നാലും അടിപൊളിയാ കേട്ടാ. അതുമാതിരി തന്നെ ഈ വണ്ടി രാത്രി ഫുൾ ലൈറ്റ് എത്തും. ഇതിന്റെ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗ്ലോയിങ് പെയിന്റ്സ് ആണ് കണ്ട. അപ്പൊ അതാണ് ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത. അപ്പൊ അടുത്ത ലൊക്കേഷൻ എന്തായാലും ഇച്ചിരി സീനായിരിക്കും തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒയ്യോ ഗൈസ്, നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ആ വീഡിയോ. ഓക്കെ, നിങ്ങൾ ചാനലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ഈ വണ്ടി നമ്മൾ ഒരു കണക്കിനാണ് നമ്മൾ മോഷ്ടിച്ചത്. എന്റെ പൊന്നോ, അവിടെ ഫുൾ മിലിറ്ററി കാര്യം. നമുക്ക് 5 സ്റ്റാർ ആയി, ഫുൾ സ്റ്റാർ ആയി നമുക്ക് വാണ്ടഡ് ലെവല്. അങ്ങനെ ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ടിട്ടായിരുന്നു നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി അതാണല്ലോ, വെള്ളത്തിൽ ഓടിക്കാൻ പറ്റും. പക്ഷെ പോലീസുകാരുടെ കാര്യം വെള്ളത്തിൽ ഓടിക്കാൻ പറ്റത്തില്ല. അതാണ് ആ വണ്ടി ഈ വണ്ടി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട്. ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. വെള്ളത്തിന്റെ ഒക്കെ ഒരു ടൈപ്പ് സൗണ്ട് ഇല്ലേ? വെള്ളത്തിന്റെ ഒക്കെ ഒരു ടൈപ്പ് സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, സിമിയോ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം മോനെ. ഹലോ സിമിയോനെ, വണ്ടി നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, വിഷയം എടാ, ഞാൻ നിന്നെ കൊണ്ട് ഒരിക്കലും പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്ന നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ നീ എന്തായാലും കൊണ്ടത് വിഷയം. എടാ, നിനക്ക് എന്താണ് എന്നെ ഹെൽപ്പ് വേണ്ടത്? സിമിയോനെ, എനിക്ക് ആ കാണുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയുടെ സെയിം സാധനം എനിക്ക് RC ആക്കി തരണം പറ്റുമോ? സെറ്റ്, നീ ഒരു കാര്യം ചെയ്യ്. 4 വണ്ടിയോടെ നമുക്ക് അടിച്ചു മാറ്റാനുണ്ട്. അതിൽ രണ്ടാമത്തെ വണ്ടിയുടെ ലൊക്കേഷൻ, രണ്ടാമത്തെ മൂന്നാമത്തെ വണ്ടിയുടെയും ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയുടെ നടുക്കിലായിട്ട് ഒരു മിലിറ്ററി ക്യാമ്പ് വരുന്നുണ്ട്. അവിടെയാണ്. അവിടെ ഇല്ലീഗൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഒരു ഇല്ലീഗൽ പ്രോപ്പർട്ടിയില് ഇല്ലീഗൽ ബിസിനസ്സും കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ സിറ്റിയില്. അപ്പൊ അതുമാതിരി തന്നെ ഫ്രാങ്ക്ലിനെ, അവിടെ കുറെ മിലിറ്ററിക്കാരും ഉണ്ടായിരിക്കും, കുറെ നാഫിയാസും ഉണ്ടാവും. ഇവര് തമ്മിൽ രഹസ്യമായിട്ടുള്ള ഡീലിംഗ് ആണ്. അതും ഗവൺമെന്റ് അറിയാണ്ട്. അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണ് പോലീസ് പിടിക്കാത്തത്? അങ്ങനെയാണ്, പിടിക്കത്തില്ല. കാരണം മാഫിയ ആൾക്കാരൊക്കെ ഭയങ്കര സീനാണ്. ഓക്കെ. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി. മിലിറ്ററി മാഫിയല്ലേ, നീ ജസ്റ്റ് ചെറുതായിരുന്നു അവിടെ പോയി ചെറിയൊരു വെടിയപ്പും കഴിഞ്ഞാലും മിലിറ്ററിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാഫിയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചോളൂ. കാരണം അവന്മാരല്ലെങ്കിലേ പ്രശ്നമാണ്. തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയപ്പും ഭാവമായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നിനക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ വണ്ടി മോഷ്ടിച്ചിട്ട് വരാം. സെറ്റ് അത് കൊള്ളാലോ. നല്ല
നല്ല ഐഡിയ ആണല്ലോ അത്. അതവൻ നിന്റെ പേരും അറിയത്തില്ല ഫ്രാങ്ക്ലിനെ, നീയാന്നറിയത്തില്ല എന്റെ പിന്നിലുള്ളത്. അത് കൊള്ളാം കേട്ടാ. പിന്നെ എന്താ ഈ സാധനം വെച്ചോല്ലേ? അതെന്തുവാണ്? ഇത് ഇച്ചിരി മറ്റേ നമ്മള് ഗ്രാനൈറ്റ് ലോഞ്ചർ ഇല്ലേ, അതാണ്. ഓ സെറ്റ് 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 പേട സാധനം. ഇതിപ്പോ നീ അങ്ങോട്ടെ പറിച്ച ഒരു പ്രശ്നവുമില്ല. അവന്മാരെ പൊട്ട മിലിറ്ററിക്കാരും പോലീസുകാരും ആണുള്ളത്. കാരണം മാഫിയായിട്ടൊക്കെ ഡീലിംഗ് മറച്ചിക്കലാണ് പൈസക്ക് വേണ്ടിട്ട്. അപ്പൊ നീ ഒന്നും നോക്കണ്ട, അവന്മാരൊക്കെ തന്നെ വെടിവെച്ച് വന്നോ, എന്നിട്ട് സാധനം എടുത്തോ. ഓക്കെ സെറ്റ്. അപ്പൊ ഞാൻ പോയി തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും സിറ്റിയുടെ നടുക്കിലായിട്ടാണ് സംഭവം നടക്കണെന്നാ പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് എനിക്ക് കുറച്ച് ടഫായിരിക്കും തോന്നുന്നുണ്ട്. സാധാരണ നമ്മള് മിലിറ്ററിക്കാരനെ ഒരു വിധത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇതെന്ന് പറയുമ്പോ മാഫിയ ഉണ്ട്, അവിടെ മിലിറ്ററിക്കാരുണ്ട്. ഓ പക്ഷെ ഗ്രാനൈഡ് ലോഞ്ചർ വളരെ കുഴപ്പമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ചറ ഗ്രാനൈഡ് ലോഞ്ചർ അങ്ങനെ അടിച്ച് അങ്ങോട്ട് കൊടുക്കാം അവന്മാരെ രണ്ടാക്കിലോട്ട്. അപ്പൊ എന്തായാലും അവര് ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചോളൂ അവന്മാര്. പോലീസ് മാഫിയ ആണ്, മനസ്സിലായ? ചെറിയൊരു പൊരി നമ്മൾ ഇട്ട് കൊടുത്താൽ ബാക്കി അവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ട് വെടിവെച്ച് തീർത്തോളും. അതിന്റെ ഇടയിൽ 2-3 ഗ്രാനൈഡ് ലോഞ്ചർ വെച്ച് 2-3 നൈഡോൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർത്ത അവന്മാരുടെ കഥ. ഓക്കെ, ഇതെന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളൊരു മിഷൻ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം മുട്ട കോമഡിയാണ് ഇപ്പൊ നടക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. സിറ്റിയുടെ നടുക്കിലായിട്ടാണ് പറഞ്ഞേക്കണത്. സിറ്റിയുടെ നടുക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഓൾമോസ്റ്റ് നടക്കാറ് ഇങ്ങനത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താം. അതെ അവിടെ എന്തെങ്കിലും നടക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ പരിപാടി നടക്കണത്. ഓക്കെ, ഞാൻ ആദ്യം ഉണ്ടല്ല കല്ലിന്റെ അവിടെ നമുക്ക് ഓക്കെ കല്ലിന്റെ അവിടെ നോക്കാൻ പറ്റും. വേറെ വല്ല വ്യൂ ഉണ്ടോ നോക്കാനായിട്ട്? വേറെ എടേ പ്രൈവറ്റ് ജെറ്റും പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അതുകോ മോനെ, എടാ നമുക്ക് ഇതിന്റെ മേലെ കയറി നോക്കാൻ പറ്റാവോ? നോക്കട്ടെ. ഓക്കെ, ഇതിന്റെ മേലെ എന്താ കാണാൻ പറ്റത്? ഇവിടെ നിന്ന് പോലീസുകാർ കാണത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നോക്കി നോക്കട്ടെ ഫോൺ വെച്ചിട്ട്. ഫോണ് ക്യാമറ ഓക്കെ. എടാ അതല്ലടാ കാറ്. ഓ ദേ ഒരു കാറത്. എടാ 2 കാറും വീശിയാണ്. അത് എന്തുവാടാ വാല അത്? അതെന്തോന്ന് കാറ്റ് മറ്റേ സാധന ചുഴലിക്കാറ്റ് അത്. എടാ ഇതിൽ ഏത് വണ്ടി ഇപ്പൊ എടുക്കും നമുക്ക്? എനിക്ക് തോന്നണേ അത് സ്പീഡിന്റെയും ഇത് പറക്കണതാണ്. നമുക്ക് സ്പീഡ് പോരെ. ഓക്കെ, നമുക്ക് എന്തായാലും സ്പീഡ് എടുക്കാം. ഓക്കെ, പക്ഷെ അതുമാതിരി തന്നെ എടേ സ്വർണ്ണല്ലേ ഇത്? സ്വർണം, തോക്ക്, മിസൈല്, എന്റെ മോനെ കൊറേ സാധനങ്ങൾ ഉണ്ട് അവിടെ. അതുമാതിരി തന്നെ എടാ ബാങ്കിന്റെ വണ്ടി. എടാ പൈസ ഉണ്ട് അവിടെ. എടാ ഇത് എന്തോ വലിയ ഡീലിംഗ് ആണ് കേട്ടാ. മാഫിയ മിലിറ്ററിയും തമ്മിലുള്ള എന്തോ വലിയ ഡീലിംഗ് ആണ് മോനെ. ഓ അതും ഇങ്ങനെ ഇതൊക്കെ നോക്കടാ, ഡോറൊക്കെ അടച്ചിട്ട് അതിന്റെ ഉള്ളിലായിട്ട്. അതപ്പോ ആർക്കും മനസ്സിലാവത്തില്ല കേട്ടാ, മനസ്സിലായ? തെറ്റിദ്ധരിക്കത്തില്ല. അതുമാതിരി ഇവിടെ മറ്റേ ഹാക്കിങ്ങിന്റെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഗവൺമെന്റ് ഒക്കെ പോലീസുകാരൊക്കെ ഇവരെ പിടിക്കാൻ വേണ്ടി വരുമ്പോ ഇങ്ങനെ സംഭവം നടക്കണമെന്ന് അറിയുമ്പോ രക്ഷപ്പെടാല്ല. ഈ അപ്പുറത്തൊരു ജെറ്റ് കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം മോനെ. ഗ്രാനൈഡ് ലോഞ്ചർ ആദ്യം ഒരു വെടി. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് വെടി വെക്കണ്ട. ഓക്കെ, അയ്യോ ഇവിടെ നിന്ന് വെക്കല്ലേ. ഇവിടെ നിന്ന് വെച്ചാൽ പോലീസ് അവന്മാർ കണ്ടാലും കോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങോട്ട് പോവാം. അവിടെ കുറെ ആൾക്കാർ നിൽക്കണം കണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വെടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ മനസ്സിലാവത്തില്ല. ഓക്കെ, ഇതിന്റെ മേലെ കാണാൻ പറ്റുമോ? ഇതിന്റെ മേലെ ഒന്നും വ്യൂവേ ഇല്ല. ഓക്കെ, അതുമാതിരി തന്നെ അവിടെ മേലും കുറെ ആൾക്കാർ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇതിന്റെ മേലെ കയറാൻ പറ്റുമോ? ഓക്കെ, ഇതിന്റെ മേലെ കയറി ഇങ്ങോട്ട് ചാടണം നമ്മള്. ഓക്കെ അതേ ഒരുത്തരം അവിടെ നോക്കി നിൽക്കണം. നോക്കിയേ, മറ്റേ ടെലസ്കോപ്പും വെച്ചിട്ട്. ടെലസ്കോപ്പല്ല, മറ്റേ സാധനത്തിന്റെ ബൈനക്കുലറാ. ഈ 2 വണ്ടി പൊട്ടിക്കാണ്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ബാക്കി ഇവിടുത്തെ എന്ത് വണ്ടികളൊക്കെ പൊട്ടിച്ചാലും നമുക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, ഒരെണ്ണം നമുക്ക് അങ്ങോട്ട് വിടാം. ഓക്കെ, ഒരെണ്ണം ഇങ്ങോട്ടും വിടാം. ഓക്കെ ഇനി അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വെടിവെച്ച് തുടങ്ങിക്കോളും. അതാണ് കോമഡി മോനെ. ഇവന്മാര് അത്തിയില്ല അത്. ഓക്കെ അവന്മാര് തമ്മിൽ വെടി തുടങ്ങി കേട്ടാ. അയ്യോ വെടി നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ട, ഇതാണ് പറഞ്ഞത്. പോലീസുകാരും മിലിറ്ററിക്കാരും മാഫിയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേക്കോളും. ഇതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞത്. ഇത് നോക്ക് മോനെ. അതിനിടെ നമ്മളടിക്കാൻ വേണ്ടി വരുന്ന നമുക്ക് കൊല്ലാം. ഇവൻ ചത്തിയില്ലേ? നോക്കി നിക്കണടാ നീ. നോക്കി നിക്കണ. ഓക്കെ, കട അവിടെ വെടിയപ്പ് കാര്യങ്ങളൊക്കെ ആയി. ഇതൊന്നും നമുക്കൊന്നും അറിയണ്ട കേട്ടാ. അവര് തമ്മിൽ അങ്ങോട്ട് വെടിവെച്ച് അങ്ങോട്ട് തീർത്തോളും. കാരണം മാഫിയയും പോലീസുകാരൊക്കെ ഇവന്മാര് വിചാരിച്ചോളും
അതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഓ ഒരുത്തും ചാടിച്ചത്ത് മോനെ. ഓക്കെ എടാ ഹെലികോപ്റ്റർ വിട് ഡ്രൈവറിനെ അടിച്ചു വന്നു നമ്മള്. ഓ ആ പ്ലെയിൻ ആളി അതങ്ങ് ഇല്ലാണ്ടേ കേട്ടാ മോനെ. നമുക്ക് എന്തായാലും ഇവന്മാർ ദുഷ്ടന്മാരാണ്. ഓക്കെ കാരണം ഇവന്മാർ ചെയ്യണ പ്രവൃത്തി വെച്ചാൽ മോശം പ്രവൃത്തീസാണ്. നമുക്ക് എന്തായാലും ഇവരങ്ങോട്ട് കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവന്മാരല്ലേ നാടിനെ രക്ഷിക്കേണ്ടത്. അതാ ഇവന്മാരത് മാഫിയക്കാരായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ. എടാ ദേ ഒരുത്തൻ അവിടെ നിൽക്കുന്നത്. ഓക്കെ അവൻ ഡൗൺ ആയിട്ടുണ്ട്. അതുമാതിരി ദേ ഒരു ഹെലികോപ്റ്റർ. ഓക്കെ അയാളെ എത്തു. ഓ നമ്മളെ വെടിയേക്കണ കേട്ടാ മോനെ. ഓക്കെ 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 എടാ നമ്മളിടിക്കാൻ വരേണ്ട ഒരു നമ്മളിടിക്കാൻ വരുന്നത്. ഓക്കെ അവൻ ചേർത്ത് കിടക്കനോടാ. ഓക്കെ അപ്പൊ നമുക്ക് വേണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടി വേണം. അവിടെ ഈ വണ്ടി അല്ല കുറച്ചുകൂടെ നല്ലത്. ഇത് നമ്മൾ സ്പീഡിൽ രക്ഷപ്പെടാം. കാരണം ഇപ്പോഴത്തെ 4 സ്റ്റാർ പോലീസുകാരായി നമുക്കൊക്കെ മേലെ നിന്നൊക്കെ വെടിയിട്ടണത്. ഓക്കെ നമുക്ക് പോകാം. ഓ അടുത്തങ്ങനെ പറക്കാൻ എന്തോ സംഭവം ഉണ്ടറാ മോനെ. ഓ എന്റെ ഇതിന്റെ സ്പീഡ് നോക്കിയേ എന്റെ മോനെ. എടാ ഇത് നമുക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. അത് കൺട്രോൾ ആയിട്ട് പാടുണ്ട്. പതുക്കെ ഓടിക്കേണ്ടി വരുന്നത്. ഓ എടാ ബുള്ളറ്റ് പ്രൂഫാണ്. എടാ ബുള്ളറ്റ് ഉണ്ടല്ല ഇതിന്റെ മേലൊക്കെ വെടി വരുമ്പോഴേ ബുള്ളറ്റ്സ് കണ്ടാ ഒന്നും തട്ടുന്നില്ല. അതാന്ന് എബിലിറ്റീസ് കണ്ടാ ആളിയാ. എടേ പറക്കുന്നുണ്ട് വണ്ടി. ഓ പറക്കുന്നു കേട്ടാ മോനെ. ഇതെങ്ങനെയാ പറപ്പിക്കുക? ഓ ആ എടാ അടിയില്. ഓ മനസ്സിലായ അടിയില് മറ്റേ സാധനം വന്ന് എന്റെ മോനെ. വിഷയം 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 അടിയില്. എടാ അടിയിന്ന് മറ്റേ എയർ വരണ്ട അള്ളിയ. ഓക്കെ 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 സെറ്റ് 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 സെറ്റ്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് പോലീസുകാരെ പറ്റിക്കാട്ടാ. പോലീസുകാർ വരുമ്പോ നമുക്ക് ഇങ്ങനെ കടിക്കാം മോനെ. എടാ ഇത് നമുക്കൊരു ഊസിയും കൂടെ ഗണ്ണും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ല നമുക്ക് ആകാശത്തെ കൂടെ വെടിയൊക്കെ ആയിരുന്നു. അള്ളിയ സെറ്റ് ആയിരുന്നില്ലേ. പോന്നോക്ക് ഇതെന്താണ് മറ്റേ ഗ്രാനി എന്നാ നമ്മള് പറയണത്. ഗ്രാനി അല്ല മറ്റേ ജീനിയുടെ മറ്റേ പറക്കും കമ്പളയില്ലേ അത് മതി സാധനം. എടാ ഇത് നമുക്ക് ഇടിച്ചു വെക്കാല്ലോ. നമുക്ക് ഹെലികോപ്റ്ററും ഇടിക്കാൻ വേണം നോടെ. ഓക്കെ ഓ ജസ്റ്റ് മിസ് കേട്ടാ. ഓക്കെ നമ്മളെ ഇന്നത്തെ ടാസ്ക് അതാണ് ഇടിച്ചോടാ. എടാ തട്ടുന്നില്ലടാ. ഓ ഹമാരി പ്രോ ഡ്രൈവർ കേട്ടാ. ഓക്കെ 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 ഇടിച്ച്. എടാ ഒന്നും പറ്റിയില്ലടാ. അതെന്തോന്നൊന്നും പറ്റാന്നാലും മോനെ. ഓ ജസ്റ്റ് മിസ് കേട്ടാ. ഇത് നമ്മളടിക്കും. ഇല്ല 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 എന്റെ അളിയാ. എനിക്കൊന്നും അയൺമാന്റെ വല്ല വണ്ടി ആയിരിക്കണ്ടാ. സംശയമുണ്ട് എനിക്ക്, നല്ല രീതിക്ക് സംശയമുണ്ട്. ഓക്കെ കമോൺ. ഓ എടാ ഒന്നും പറ്റിയില്ലടാ. ഓക്കെ കാരണം ആകാശത്തുള്ള കാരണം ഇച്ചിരി പ്രോ ഡ്രൈവേഴ്സ് ആണ് ഓടിക്കണത്. അപ്പൊ അതൊന്നും പറ്റിയില്ല. നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ആകാശത്തോട്ട് പോയി നോക്കട്ടെ. ഓക്കെ പോയി നോക്കട്ടെ. രക്ഷപ്പെടാൻ നോക്കട്ടെട്ടാ. എടാ ആ പ്ലെയിൻ്റെ അടിക്ക് പോയല്ലോ നമുക്ക്. പ്ലെയിൻ്റെ അടിക്ക് എത്താൻ നോക്കട്ടെ. പ്ലെയിൻ്റെ അവിടെ പോയിട്ട് പ്ലെയിൻ്റെ മേളിൽ നമ്മൾ ലാൻഡ് ചെയ്യിപ്പിക്കണം. അതാണ് വിഷയാവ. അപ്പൊ സ്റ്റാറൊക്കെ മിന്നി തുടങ്ങിയിട്ടുണ്ട്. ഓ അപ്പൊ മറ്റേ വണ്ടി എന്തായിരിക്കും? നമ്മൾ മറ്റേ വണ്ടിയാണ് ഈ പറക്കണ വണ്ടി എന്ന് വിചാരിച്ചത്. മറ്റേ വണ്ടി അപ്പൊ എന്തരായിരിക്കും? ഓക്കെ നമുക്ക് എന്തായാലും നേരെ പ്ലെയിൻ എത്തിയാ. ഓക്കെ പ്ലെയിൻ എത്തി. ഈ പ്ലെയിൻ ഇടിച്ചു നോക്കണം നമ്മള്. പ്ലെയിൻ ഇടിച്ചു നോക്കിയാലോ. വെയിറ്റ് നോട്ടെ. എടാ മോനെ. ഓ മോനെ ഇല്ലടാ പ്ലെയിനൊന്നും പറ്റത്തില്ല. കാരണം പ്ലെയിൻ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓ ഇത് നിർത്താൻ പറ്റും. ഓക്കെ ഇത് നിർത്താൻ പറ്റും കേട്ടാ മോനെ. എടാ നമ്മളെ തട്ടിട്ട പ്ലെയിൻ്റെ എടാ നമ്മള് ഏതോ ഒരു കാട്ടിലാടാ വെള്ളത്തിലായി മോനെ. അപ്പൊ നമുക്ക് നേരെ സിമിയോന്റെ അടുത്തോട്ട് പോവാം. ഓക്കെ എടാ ഇങ്ങനെ പോവല്ല സിമിയോന്റെ അടുത്തേക്ക്. അതാണ് കുറച്ചുകൂടെ സുഖം കേട്ടാ. ഓ ഓക്കെ എടാ ഓ എന്റെ അളിയ. ഇപ്പത്തെ നമ്മള് ചത്തുപോയാലേ നമ്മളെ സാധനം ഓഫ് ചെയ്ത് പോയി അറിയാണ്ട്. ഓ ഓക്കെ ഇത് ഈ ബട്ടനാണ് കേട്ടാ. ഞാൻ മറന്നുപോയി കേട്ടാ. കാരണം നമ്മളിപ്പോ ഈ സാധനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വളർത്തി വീണ്. അയ്യോ നമ്മളെ നേരെ ഭൂമി നിലത്തോട്ട് വിടുക കേട്ടാ. ഓക്കെ ഇപ്പോഴാണ് നമ്മളെ സാധനം ഓണായത്. ഓക്കെ ഇതാണ് നമ്മുടെ സാധനം വണ്ടിയുടെ പ്രത്യേകത. വിഷയല്ലേ മോനെ. പോലീസുകാരൊക്കെ എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മളെ സിമിയോന്റെ അടുത്ത് പോയി സാധനം കൊടുക്കട്ടെ. അപ്പൊ എന്തായാലും ഓ കുറച്ചുകൂടെ നമ്മള് കൺട്രോൾ ചെയ്ത് ഓടിക്കണം. ഇച്ചിരി ടാസ്ക് ആണ് ഈ വണ്ടി ഓടിക്കാനായിട്ട് മോനെ. ഓ ബിൽഡിംഗ് ഒക്കെ ഉള്ളവരെ ഇവരുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടിച്ചു പോകണം. നമ്മളിച്ചിരി പ്രോ ഡ്രൈവർ ആയ കുഴപ്പമൊന്നുമില്ല. സംഭവം സെറ്റാണ് നമുക്ക് ഓടിക്കാനായിട്ട്. ഓക്കെ ഇതാണ് നമ്മുടെ സിമിയോ. സിമിയോ ആളി ഒരു മിസൈൽ അങ്ങനെ വിട്ടാലോട്ട്.
ഓക്കെ ഓക്കെ സെറ്റ്. ഈ വണ്ടി ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊണ്ട് വെക്കട്ടെ. എന്റെ പൊന്ന് ദൈവമേ, അയ്യോ ഈ ജാതി വണ്ടി കേട്ടാ, സീന് വണ്ടി, വിഷയ വണ്ടി. ഓക്കെ, അപ്പൊ വണ്ടി എന്തായാലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ സിമിയോൺ എന്തായാലും നമുക്ക് ഇത് RC ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീസ് അപ്പൊ എന്തായാലും ഇതിന്റെ പാർട്ട് 2 വേണമെന്ന് കുറെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പാർട്ട് 2 ഇറക്കിയത് ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ സൂപ്പർ കാറിന്റെ നമ്മൾ സീരീസും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങൾ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ ചെയ്ത് വൈൻഡ് അപ്പ് ആണ് ഗൈസ്. അപ്പോൾ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.